അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി മനുഷ്യരെ പറ്റിയാണ്. ഈ മനുഷ്യൻ മഹാത്ഭുതമാണ്. പക്ഷേ മനുഷ്യൻ്റെ വില പലരും മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ കുറഞ്ഞു കാണുന്നത്, തരം താഴ്ത്തി കാണുന്നത് ജനങ്ങളെ ഒരിക്കലും ശരിയല്ല. കാരണം എല്ലാവരും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടവരാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് പെർ സെക്കൻഡിന്, നാം ഇവിടെ ജനിച്ച് വീണത് മുതൽ മരണം വരെ പെർ സെക്കൻഡിന് 20 ലക്ഷം എന്നോണം RBC ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. റെഡ് ബ്ലഡ് സെൽസ്, രക്തത്തിൻ്റെ ചുവന്ന കണങ്ങൾ. ഓരോ സെക്കൻഡിനും 20 ലക്ഷം, 24 ലക്ഷം എന്നും അഭിപ്രായമുണ്ട്. 20 ലക്ഷം എന്ന് കൂട്ടിയാലും എത്ര സമയം, എത്ര നമ്മുടെ ഈ ജീവിതം മുഴുവനും അത് എത്ര പ്രൊഡ്യൂസായിട്ട് ഉണ്ടാകും, ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആർക്കും കണക്ക് കൂട്ടാൻ കഴിയില്ല. അത്രമാത്രം ഉണ്ട്. ഈ ഓരോ പെർ സെക്കൻഡിന് 20 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു. ഓരോ സെക്കൻഡിനും 20 ലക്ഷം. അതിൽ ഒരു സെക്കൻഡിൻ്റെ 20 ലക്ഷത്തിൽ നിന്ന് ഒന്നെടുത്ത് അതിനെ നാം ഒന്ന് കഷ്ണമാക്കി പരിശോധിച്ചാൽ ചുരുക്കത്തിൽ അതിൻ്റെ അകത്ത് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഈ ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അതിൻ്റെ അകത്ത് ബില്യൺ കണക്കിൽ അയൻ്റെ ആട്ടം ഉണ്ട് എന്ന്. ചുരുക്കത്തിൽ ഇരുമ്പിൻ്റെ സത്ത എന്ന് നമുക്ക് പറയാം. അത് ഒന്നിൻ്റെ അകത്ത് ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. ഡിമാർക്കോസ് എന്ന് പറഞ്ഞ് കാനഡയിലെ ബ്ലഡിൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു മുതിർന്ന ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി 200-ലേറെ ക്വിൻറ്റില്യൺ അയൻ്റെ ആട്ടമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 200-ലേറെ ക്വിൻറ്റില്യൻ്റെ അയൻ്റെ ആട്ടം നമുക്ക് വേണം, എന്നാലേ ഇവിടെ നമുക്ക് നേരെ ജീവിക്കാൻ പറ്റും. 200-ലേറെ ക്വിൻറ്റില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? ഒരു 7 ഓക്ടില്യൺ. ഒരു ഓക്ടില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1+27 0 ഇടുന്നതാണ് ഒരു ഓക്ടില്യൺ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ശരീരം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ഫാക്ടറിയാണെന്ന്. ലോകത്തിലെവിടെയും, ലോകത്തിൽ എത്ര വലിയ ഫാക്ടറി ഉണ്ടായാലും അതിൽ ഇത്ര സാധനങ്ങൾ ഒരിക്കലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടാകൂല. അത്രമാത്രം വലിയ ഫാക്ടറിയാണ് നമ്മുടെ ഈ ശരീരം. ഞാൻ പറഞ്ഞു, ഒരു 100 ട്രില്യണിലേറെ സെൽസുകളുണ്ട് എന്ന്. അതിൽ ഓരോ സെൽസുകളിലും 10 ലക്ഷം എന്നോണം പേജുകൾ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട് എന്നും. ഈ സെല്ലിൻ്റെ അകത്താണ് നമ്മുടെ DNA കിടക്കുന്ന. ഓരോ സെല്ലിൻ്റെ അകത്തും DNA കിടക്കുന്നു. ഈ DNA ഏകദേശം അതൊരു ചുരുട്ടപ്പെട്ടതുപോലെയാണ് ഏകദേശം ഉള്ളത്. ആ കോയിൽ, ആ കോയിലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ എല്ലാ DNA-യുടെ കോയിലിനെ, ആ ചുരുട്ടിയതിനെ ഒന്ന് നിവർത്തി അതിനെ ജോയിൻ ചെയ്ത് വെച്ചാൽ അതിൻ്റെ നീളം അത് ഭയങ്കരം നീളമായിരിക്കും. നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 15 കോടി
കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. ഒരു മനുഷ്യൻ്റെ ഈ DNA കോയിലിനെ നിവർത്തി വെച്ച് ജോയിൻ ചെയ്താൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഏകദേശം 61 പ്രാവശ്യം ഈ DNA കോയിലിനെ കെട്ടാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ് മനുഷ്യൻ! നാം പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. മനുഷ്യൻ വലിയ അത്ഭുതമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ ജാസിയയിലും ഫുസ്സിലത്തിലും ദാരിയാത്തിലും ഇൻഫിതാറിലൊക്കെ പറഞ്ഞത്. ഇനി മനുഷ്യരിൽ നിന്ന് നിർഗളിക്കുന്ന ഇന്ദ്രിയങ്ങളിലുള്ള ബീജങ്ങൾ ഒരു പ്രാവശ്യം ഏകദേശം നിർഗളിക്കുന്നത് 1 ഔൺസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് 30 കോടി മുതൽ 70 കോടി വരെ, ഏകദേശം 60-70 കോടി വരെ ബീജങ്ങളുണ്ട്, സ്പോംസ് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എല്ലാത്തിനും വിലയുണ്ട്. എല്ലാം ഭയങ്കരമായി വിലമതിക്കുന്ന കാര്യങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ചിന്തിക്കണം 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 എന്ന്. ചിന്തിക്കണം എന്നുള്ള ഈ കാര്യങ്ങൾ അല്ലാഹു തആല ഏകദേശം 700 സ്ഥലത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പല വിഷയങ്ങളിലായിട്ടാണ് അല്ലാഹു പറഞ്ഞത്. അത് സുവോളജിയിലും ജിയോളജിയിലും ഓഷ്യനോളജിയിലും മറ്റുള്ള പല ശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ കോസ്മോളജിയിലും ഇങ്ങനെ പല വിഷയത്തിലായിട്ട് പറഞ്ഞ് അല്ലാഹു തആല പറയുന്നു ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിക്കണം, അതിനെപ്പറ്റി നേരെ നന്നായിട്ട് ഗവേഷണം ചെയ്യണം, എന്നിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് വിജ്ഞാനം എന്നുള്ളത് അത് ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും വാല്യുവേബിളായ ഒരു സാധനമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകൾ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. എൻ്റെ ഭാഷകളിൽ നിങ്ങൾ നോക്കണ്ട. ഭാഷകളിൽ മാറ്റങ്ങളുണ്ടാവും. എൻ്റെ പ്രായത്തിനും അതുപോലെ തന്നെ എൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് മാറ്റങ്ങളുണ്ടാകും. ഇൻഫോർമേഷൻസുകൾ, വിവരങ്ങൾ അല്ലാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ ഞാൻ ധാരാളം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകട്ടെ. നമ്മുടെ പരിശുദ്ധ ഖുർആന് ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്യാൻ വേണ്ടി, എല്ലാവരും ചെയ്യണം എന്നല്ല എങ്കിൽ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞാൽ നന്നായി ചിന്തിക്കണം, അതിനെ അനലൈസിസ് ചെയ്യണം, അതിനെ റീസർച്ച് ചെയ്യണം, കാര്യങ്ങൾ കണ്ടെത്തണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം ഏവരും നന്നായി പഠിക്കണം. കൂടുതൽ മൊബൈലുകൾ അനാവശ്യമായി അതിനെ നോക്കുന്നതിനും അതിൽ നമ്മുടെ സമയം ചിലവ് ചെയ്യുന്നതിനും പുറമെ നാം പഠിക്കണം. അല്ലാഹു തആല ആദ്യം ഖുർആനിൻ്റെ ഈ ആയത്ത് തന്നെ ആദ്യം ഇറങ്ങുന്നത് ഇഖ്റ, വായിക്കണം എന്നാണ്. വായിച്ച് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂലോകത്ത്, ഈ ഭൂമിയെ അല്ലാഹു ശാന്തിയാൽ നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.